മായമ്മയോട് ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. പിന്നെ 4-5 കൊല്ലമായിട്ടുള്ള ബന്ധാണ്. അച്ഛൻ തിരുമേനിക്ക് ഏതാണ്ടൊക്കെ ഊഹം കിട്ടിയിട്ടുണ്ടത്രേ. അതാണ് പോലും ഇത്രയും ദൂരെ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയത്. അതെയോ? ആ. എന്നിട്ടെന്താ, നല്ല ധൈര്യം ഉണ്ടാ കുട്ടിക്ക്. നമ്മളെ പോലൊന്നുമല്ല. ജീവിക്കാന്ന് വെച്ചാ ആരെതിർത്താലും വേണ്ടില്ല, ഒരുമിച്ചേ ഉള്ളൂന്നാ. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, നാളെ കോളേജ് വിട്ട് വരുമ്പോ രവിയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അയാളെ കൂട്ടി ഇങ്ങോട്ട് വരികേ? പിന്നല്ലാണ്ട്, മാഷ് വേണം അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വിശദമായിട്ട് ചോദിച്ചറിയാൻ. ഞാനോ? വരൂന്നേ, ഇരിക്കൂ, ഇരിക്കൂ. ഇന്നലെ ഞാൻ കുറച്ച് മോശമായി പെരുമാറി. അലോകിയൊന്നും തോന്നരുത്. ഒരിക്കലുമില്ല. മാഷ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെ പെരുമാറും. ഞാനത് മായയോട് പറയുകയും ചെയ്തു. മായയുടെ കാര്യത്തില് മാഷ് കാണിച്ച ഉത്തരവാദിത്തത്തെ കുറിച്ച്. മനസ്സിൽ തട്ടി തന്നെയാണല്ലോ ഈ പറയണതല്ലേ? 100%. ഓ, ആശ്വാസായി. ഇനി നമുക്ക് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇരിക്കൂ. ഇരിഞ്ഞാലക്കുടയിലെ എന്റെ വീട്. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം പുറത്താണ്. ബോംബെയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു എനിക്ക് ജോലി. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഈ 9-ാം തീയതി പോണം. ഇതുവരെ കാത്തില്ലേ? അതല്ല, മായയുടെ അച്ഛന്റെ സ്വഭാവം മാഷക്കറിയാലോ. അറിയാമോന്നോ? നല്ല കാര്യായി. എന്തെങ്കിലും ഒരു ഉറപ്പില്ലാതെ എങ്ങനെയാ ഞാൻ മായ ഇവിടെ ആക്കിയിട്ട് പോവുക? പോയാൽ ഇവൾക്ക് എന്താ ഒരു സമാധാനം ഉണ്ടാവുക? ഉറപ്പെന്ന് പറഞ്ഞാൽ കല്യാണം തന്നെ. അല്ലാണ്ട് ഇക്കാര്യത്ത് വേറെന്താ ഉറപ്പ്? അപ്പോ ഇതാണ് രണ്ടാളും മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണതല്ലേ? അതെ. അച്ഛൻ തിരുമേനി സമ്മതിക്കാൻ വഴിയില്ല. സമ്മതിക്കണം, ഇല്ലാതെ സമ്മതിപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. എങ്ങനെയാണെന്ന് വെച്ചിട്ടാ? എങ്ങനെ ടീച്ചറേ, ഇത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു പിടിപാടും ഇല്ലാത്ത കാര്യ. ഇതൊക്കെ ആണുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയ അല്ലേ? മായമ്മയും കൂട്ടി നാളെ തന്നെ ഞാൻ ഇല്ലത്തേക്ക് പുറപ്പെടുന്നു. തടസ്സം പറയണ്ട, വരണു. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നമ്പൂരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. ബന്ധപ്പെട്ടത് അറിയാണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. നേരെ എന്ന് പറയേണ്ട പോലെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. ഇല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും. ഇതും പറഞ്ഞോണ്ട് ഈ പടി കയറി വരാൻ തനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? താൻ എന്താണോ വിചാരിച്ചതിനെ കുറിച്ച്? കേൾക്കുമ്പോ ആർക്കായാലും വിഷമം തോന്നും. പക്ഷെ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. കാര്യങ്ങൾ ഏതായാലും എത്രത്തോളം എത്തി ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക വേണ്ടത്. ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ, എന്തൊക്കെ വിശേഷാൽ ഉപദേശിച്ചു തന്നിട്ട് വേണ്ടോ കണ്ണാന്തി മനക്കലെ ഭദ്രൻ നമ്പൂരിക്ക് ബുദ്ധി ഉണ്ടാവാൻ? ഒരുമ്പട്ടോളെ, നീ ഇത്രയ്ക്കായില്ലേടി? അവള് മധ്യസ്ഥനെ കൊണ്ടുവന്നിരിക്കുന്നു. പോകരുത്, മതിയുടെ പഠിത്തം. ഇനി പുറത്തിറങ്ങണേ ഞാൻ പറഞ്ഞിട്ട്. അസുരവിത്ത് അവിവേകമാണ് കാണിക്കരുത്. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി, അത് മുറിച്ചു മാറ്റാൻ പറ്റില്ല. തനിക്ക് ഉപദേശിച്ചാ മതി, അതൊരു ഛേദമില്ല. മാത്രല്ല തനിക്ക് ഇതിന്റെ ദണ്ഡം മനസ്സിലാവില്ല. മക്കളുണ്ടോ തനിക്ക്? മക്കളെ നൊന്ത് വളർത്തിയവർക്ക് അവര് വഴിവഴിച്ചു പോകുമ്പോൾ ദണ്ഡം മനസ്സിലാവും. ഇനി നിൽക്കണ്ട, ഇങ്ങോട്ട് കയറി വന്ന പഠിപ്പുരവാതിലേ തുറന്നല്ലേ കിടക്കണേ. ഇറങ്ങി പോകുന്നോ അതോ ഇറക്കി വിടണോ തന്നെ?
എന്തേ? മായമ്മ. ആ നമ്പൂരി ദുഷ്ടൻ മായമ്മ പിടിച്ചകത്തിട്ട് കഥകടച്ചു. അയാൾ എന്റെ മുഖം അടച്ചാറ്റതിലല്ല ടീച്ചറെ എനിക്ക് വിഷമം. നമുക്ക് കുട്ടികളില്ല എന്ന്, അവരെ നൊന്ത് വളർത്തിയിട്ടില്ല എന്ന്. കണ്ണിച്ചോരയില്ലാണ്ട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ മനസ്സ് തളർന്നുപോയി ടീച്ചറെ. കാര്യം അയാളുടെ കുട്ടിയായിരിക്കും, വളർന്നതും അയാളുടെ ഇല്ലത്തായിരിക്കും. പക്ഷെ മായമ്മയ്ക്ക് ഒരച്ഛന്റെ അമ്മയുടെ സ്നേഹം കൊടുത്തത് നമ്മളാ, അല്ലേ ടീച്ചറെ? അല്ലാന്ന് പറയട്ടെ ആ നമ്പൂരി. വിഷമിക്കാണ്ടിരിക്കുക, ഒക്കെ ശരിയാവും. എന്ത് തന്നെയാ എന്റെ മനസ്സും പറയണത്. പക്ഷെ എങ്ങനെ ശരിയാവും എന്ന് ആലോചിക്കുമ്പോ ഒരു ഊഹവും കിട്ടുന്നില്ല. ഇതെങ്ങനെ? രവിയേട്ടൻ വൈകിട്ട് വന്നു. അടുത്ത വീട്ടിലെ കുട്ടിയുടെ കയ്യില് ഒരു കത്ത് കൊടുത്തു വിട്ടു. അച്ഛൻ കാണാണ്ട് പടക്കിനിയുടെ പിന്നാമ്പുറത്തോടെ രാത്രിയിൽ ഇറങ്ങി പോരാണ്ടായ. ഇനി ഇല്ലത്തേക്ക് ഞാനില്ല. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പോയി ഇന്ന് തന്നെ ഒരു മാലയിടും. എത്രയും പെട്ടെന്നൊരു സിവിൽ മാരേജ്. കയറി ചെല്ലാൻ ഒരു വീടും കൂടി ഇല്ലാണ്ടായി എനിക്ക്. ആകെ ചോദിക്കാനും അനുവാദം വാങ്ങാനും ഉള്ളത് ഇവിടെയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇല്ലത്തെ കയറി ചെല്ലാൻ പറ്റാണ്ടുള്ളൂ മയമേ. ഈ വീടുണ്ട്, ടീച്ചറും ഞാനും ഉണ്ട്. ഞങ്ങൾ നടത്തി തരും. മുന്നിൽ നിന്ന്, അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്. സത്യം പറഞ്ഞ മായമ്മ ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോന്ന നേരം തൊട്ട് ഇന്ന് രാവിലെ ചടങ്ങ് കഴിയണവരെ എന്റെ മനസ്സിൽ തീയായിരുന്നു. ആ അച്ഛൻ തിരുമേനി ഏത് സമയത്താ വഴക്കിനും ബഹളത്തിനും കയറി വരിക? ആര്? ആ ശകുനം മുടക്കിയോ? മരങ്ങോടൻ. ഒഴിഞ്ഞു കിട്ടിയത് ലാഭമായി എന്ന് കരുതും അയാള്. ഞാൻ അന്വേഷിപ്പിച്ചു. കുട്ടി ഇറങ്ങിപ്പോന്നതിന്റെ പിറ്റേന്ന് പടിയടച്ച് പിണ്ണം വെച്ചു അത്ര അയാള്.
അയാൾക്ക് ഇനി അങ്ങനെ ഒരു മോളില്ലാന്ന്. ദുഷ്ടൻ. ഇങ്ങനൊരു അച്ഛൻ ഇല്ലാണ്ടിരിക്കുക തന്നെയാ ഭേദം. ഏതായാലും കല്യാണം കഴിഞ്ഞുല്ലോ, ഇനി എന്തു വന്നാലും സമാധാനമുണ്ട്. പിടിച്ചേ. ശരിയാണോ നോക്കേ? എവിടെങ്കിലും ചെരിവുണ്ടോ? നിക്ക്. ആ ഇടത്തേറ്റ ലേശം മുകളിലേക്ക്. അയ്യോ പിടിക്ക്, ഞാൻ വീഴും. വീഴട്ടെ. അയ്യോ. ദേവേട്ടാ, ഞാൻ വീഴുവേ, കളിക്കില്ലേ. സുഖമായിട്ട് വീഴുന്നോട്ടെ, ഞാൻ പിടിച്ചോളാം. ദേവേട്ടാ. ഇറങ്ങിക്കോ. പതുക്കെ. ഇറക്കി വിട് ദേവേട്ടാ. അയ്യോ ദേവേട്ടാ, കളിക്കില്ലേ ദേവേട്ടാ. എന്തേ? എന്താണെന്ന്? അല്ലാതെ പഴയ പോലെ അങ്ങനെ കണ്ണും തുറന്നു പിടിച്ച് എല്ലായിടവും നടക്കാൻ വയ്യാണ്ടായിരിക്കണു. എന്തൊക്കെയാ എപ്പോഴൊക്കെയാ മുമ്പിൽ വന്ന് ചാടുക നിശ്ചയില്ലാത്തോണ്ടേ. വല്ലതും കണ്ടോ? ടീച്ചർ വല്ലതും കണ്ടോ? അതല്ലേ ഞാൻ ഈ അടുക്കളയിൽ തന്നെ ഒതുങ്ങിയത്. ടീച്ചർ എന്താ കണ്ടേ? ഞാൻ എന്താ കണ്ടെന്നറിയോ? ഓ, അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ആഹാ, ഇതെല്ലാം കൂടെ അയാളുടെ വീട്ടിൽ കൊള്ളുവോന്നാ എനിക്കിപ്പോ പേടി. രവിയുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് അവിടെ കുറെ പേരുള്ളതാ. വെറും കൈയോടെ പോയാ നമുക്കാ കുറച്ചില്. മാഷക്ക് അതുമല്ലോ അറിയോ? അല്ല, ഈ ചക്ക ഇപ്പൊ എങ്ങനെയാ കൊടുത്തയക്കുക? അയ്യോ, ഇത് വരട്ടാനാ, അല്ലാണ്ട് ചക്കയായിട്ട് ആരെങ്കിലും കൊടുത്തയക്കുവോ? മാഷ് ഇതൊന്നും മുറിച്ചേ. പോകാൻ എനിക്കും വിഷമമുണ്ട്, പക്ഷെ പോയല്ലേ പറ്റൂ. ഏറ്റവും സമാധാനം തന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിലാണ്, മാസ്റ്ററേയും ടീച്ചറുടെ അടുത്ത്. താൻ ക്ഷമിക്ക്. കൂടിയാൽ 1 വർഷം ലീവ് കിട്ടുമ്പോ ഞാൻ പറന്നു വരില്ലേ? ആ, എങ്കിൽ പിന്നെ വൈകിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ. തുടങ്ങിയല്ലോ കരച്ചില്. ചിരിച്ചുകൊണ്ട് ഇയാളെ യാത്രയാക്കാൻ പറയൂ എന്റെ ടീച്ചറെ. നല്ല ആളോടാ പറഞ്ഞത്. രവി വരിക. വരട്ടെ മാഷെ. കരയരുത് കരയരുതെന്ന് ഉപദേശിക്കാൻ എളുപ്പാ. അയാളിപ്പോ സുഖമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടാവും. കുട്ടി, രവിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഇനി ഇത്തിരി വെള്ളം ഒഴിക്കണം. മുളച്ച ശേഷം ഇത്തിരി ചാരം ഇടണം. അത്രേ ഉള്ളൂ. മാഷേ, മണിയോടൊന്നും ഇല്ലടോ. ആരയക്കാനാ മാഷേ? അതും ശരിയാ. മിസസ് മായാ രവീന്ദ്രൻ, കെയർ ഓഫ് രാവുണ്ണി നായർ. രവിയുടെയാ അമേരിക്കന്നേ.
കൊറേ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ പുതുമോടി. എനിക്കാ ആ, നോക്കട്ടെ. എന്താ എത്ര എടുക്കാം? അയ്യോ, തരാൻ. ഇത്രയും കാലം ചിരിക്കാന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാക്കാം. വിശേഷം ഞങ്ങളോട് കൂടെ പറയണം കേട്ടോ. കത്ത് വന്നില്ലല്ലോ എന്ന് 2 ആഴ്ചയായിക്കോട്ട് പറഞ്ഞോണ്ട് നടക്കുക. കൂടുതൽ കത്ത് വന്നപ്പോ വെറുതെ അതിനിട്ട് കളിപ്പിക്കുക. ഇത്തരം കത്തിന്റെ വിലയൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ ടീച്ചറെ. ചുമ്മാ ഇരിക്കുന്നു. ഞാൻ ഇറങ്ങണോ? വേണ്ട, രമണ പൊയ്ക്കോളൂ. ഇതെന്താ ഓട്ടോറിക്ഷയിലൊക്കെ ഇന്ന് പഠിപ്പില്ലേ കോളേജില്? ഉണ്ട്. നല്ല സുഖം തോന്നിയില്ല. ഒരു തലച്ചുറ്റൽ പോലെ. എപ്പോ? മുഖം വല്ലാണ്ട് വളർന്നിട്ടുണ്ടല്ലോ. പനിക്കുന്നുണ്ടോ? ടീച്ചറെ ഒന്നും കൂടി വരിക. പനിയൊന്നുമില്ല. അത് കുട്ടിയാ തീരുമാനിക്കാൻ. പനി ഉണ്ടാവും, അല്ലാണ്ട് മുഖത്ത് ഇത്രയും വാട്ടം വരില്ല. തലവേദന ഉണ്ടോ? ഇല്ല. ദാ, കണ്ടില്ലേ? എന്തേ? മായമ്മക്ക് സുഖമില്ലാന്ന്. എന്താണെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയണില്ല. എന്തു പറ്റി? രാവിലെ കോളേജിലേക്ക് പോയ കുട്ടി സുഖമില്ലാണ്ട് ആ തിരിച്ചു വന്നിരിക്കണു. കണ്ടില്ലേ എന്റെ മുഖം? അല്ല, ഒന്നും മിണ്ടാണ്ട് രണ്ടാളും കൂടെ അകത്തോട്ട് പോയാൽ എങ്ങനെയാ? മാഷ് ഒന്ന് ബഹളം കൂട്ടാണ്ടിരിക്കും. ഇപ്പൊ വരാ. അല്ല, അതല്ല ഞാൻ അവിടെ നിന്നാ മതി. ഒരു അസുഖം വന്നാൽ അതിന് വിധിന്ന് ആലോചിക്കാണ്ട് രണ്ടാളും കൂടെ അകത്ത് കയറി നടയടച്ചിരിക്കുക. വിവരം എന്ന് പറയുന്നത് അശേഷം തൊട്ട് വെച്ചിട്ടില്ല. അതെങ്ങനെയാ? പെണ്ണല്ലേ വർഗം. പുറകെ കിടന്നുകൊണ്ട് ഒരുമാതിരി കശപിശ വർത്താനം പറഞ്ഞോണ്ടല്ലോ. മാഷേ, എന്തേ? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. ഒന്നുമില്ലെന്നാണോ തലയിറങ്ങി വീണത്? മനുഷ്യനിട്ട് വേവലാതിപ്പെടുത്താണ്ട് കാര്യം എന്താ വെച്ചാ പറയൂ. ഇതേ മാഷ് ഇടപെടേണ്ട കാര്യമല്ല. എന്ന് വെച്ചാ? അല്ല, പുറത്തു പോകുമ്പോഴേ ആ ഡോക്ടർ മാലതിയില്ലേ, അവരോടൊന്ന് വരാൻ പറയുക. അത്രേ വേണ്ടൂ. അതിനെന്തിനാ ഡോക്ടർ മാലതി? ബാലമ്മേനല്ലേ അടുത്തുള്ളത്? അങ്ങനോട് വരാൻ പറഞ്ഞാ പോരെ? പോരാ. ഇതേ ലേഡി ഡോക്ടർ തന്നെ നോക്കേണ്ട കാര്യമാ. മനസ്സിലായോ? ഉം. ഉം. പ്രിയപ്പെട്ട രവിയേട്ടന്. സാറിന് എന്താ വേണ്ടത്? സൂപ്പിന് കുറച്ച് കഷണം വേണ്ടിയിരുന്നു. കയ്യോ കാലോ? കയ്യും കാലും ഇരുന്നോട്ടെ. നടുവോ? നടുവിരിക്കട്ടെ. തല വേണം? തല വേണ്ട.
അയ്യോ മാഷേ, ഇങ്ങനെ ഇരിക്കുമ്പോ മായമ്മയ്ക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല. നെയ്യും കൊഴുപ്പും ഒന്നും പാടില്ല. സൂപ്പൊക്കെ ഇപ്പോഴല്ല, പ്രസവം കഴിഞ്ഞിട്ടാ. എന്നാരാ പറഞ്ഞേ? ആര് പറയണ്ട, അങ്ങനെയാ. എനിക്കിതൊക്കെ എങ്ങനെ അറിയാ? അനുഭവം വേണ്ടേ? അതിനുള്ള ഒരു അവസരം ടീച്ചർ ഉണ്ടാക്കി തന്നിട്ടുമില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കൂ, ആ കുട്ടിയെ പുറത്തുണ്ട്. ആ, സൂപ്പ് വേണ്ടെങ്കിൽ വേണ്ട, വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? നായമേ, കാണട്ടെ. ആ കൈ ഇങ്ങോട്ട് നീട്ടു. എന്താ? ആ കൈ ഇങ്ങോട്ട് നീട്ടു കൂട്ടി. നല്ല ഒന്നന്തരം പുളിയം മാങ്ങ കഴിച്ചോളൂ. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് മാങ്ങ തിന്നാനല്ല കൊതി. പിന്നെ എന്ത് തിന്നാനാ കുട്ടിക്ക് ആശ? എനിക്ക് മസാല ദോശ തിന്നാൻ ആശ. മാഷെന്താ ഈ ചായപ്പീടിയല്ലേ? അതിശയാണല്ലോ. ഞാൻ വെറുതെ. മാഷക്ക് മസാല ദോശ എത്രയാണെന്ന് പറഞ്ഞേ? 2 3? മാഷേ 3. മസാല ദോശയോ? അസലായി. താൻ ഉരുളക്കിഴങ്ങ് കഴിക്കാം. എനിക്കല്ലടോ, പിന്നെ കുട്ടിക്കാ. ഇപ്പോഴെന്താ അങ്ങനെ ഒരു പലഹാരക്കൊതി? ആ, ഭാഗ്യവാൻ. ഈ വയറും വെച്ചോണ്ട് ഇനിയിപ്പൊ എങ്ങനെയാ കോളേജിലേക്ക് അയക്കുക? ഇവിടെ തന്നെ ദിവസവും കുറെ അങ്ങ് നടക്കട്ടെ, അല്ലേ നാണിയമ്മേ? പിന്നല്ലാണ്ട് ഗർഭിണികള് ശരീരം അനങ്ങി പണിയെടുക്കണം. സന്ധിബന്ധങ്ങളൊക്കെ ഒന്ന് അയഞ്ഞു കിട്ടിയാലേ അത്രയും എളുപ്പം വേദന കൂടാണ്ട് പ്രസവം നടക്കൂ. എന്റെ ഇളയ മകനില്ലേ പുഷ്പാങ്കതൻ, നെല്ല് കുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് നോവ് തുടങ്ങിയത്. ഒന്നപ്പുറത്തോട്ട് മാറി 10 നിമിഷം പ്രസവവും കഴിഞ്ഞു. നെല്ല് കുത്തുമ്പോ പ്രസവിച്ചോണ്ടാവും നാണിയമ്മയുടെ മുമ്പ് പുഷ്പാങ്കത ഈ നായത്. വേണ്ട വേണ്ട, അങ്ങനെ ഭാരിച്ച അധ്വാനമൊന്നും ആ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കണ്ട. എന്ന് വെച്ച് അങ്ങനെ വെറുതെ ഇരുത്തുക വേണ്ട. അനുഭവസ്ഥര് പറഞ്ഞതല്ലേ, വേണമെങ്കിൽ കുറച്ചു നേരം നടന്നോട്ടെ. കേട്ടോ ടീച്ചറെ, ഗർഭകാലത്തും പ്രസവകാലത്തും ഭർത്താവിന്റെ പ്രേരണ. കാര്യം പറയണ്ട. എണ്ണ കാച്ചാനുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ദാ ഇനിയത്തെ തവണ വരുമ്പോ കുറച്ച് നല്ല ഇഞ്ചയും വാവപ്പൊടിയും കൊണ്ടുവന്നോളൂ. പിന്നെ കുറച്ച് കാട്ടുമഞ്ഞളും തേനും. വയറ്റിലായിരിക്കുമ്പോഴും പ്രസവിച്ചു കഴിയുമ്പോഴും ചില പച്ചമരുന്നൊക്കെ കൊടുക്കാറില്ലേ? അതെന്തൊക്കെയാന്ന് വെച്ചാ കൊണ്ടുവന്നോളൂ. ആ പൊയ്ക്കോളൂ. ഇത് എന്തൊക്കെയാ വാങ്ങിട്ട് വന്നിരിക്കണേ? എപ്പോഴായാലും വാങ്ങണം. കണ്ടപ്പോ ഇഷ്ടം തോന്നി വാങ്ങി. ആ, നീ വെക്കോ. ദാ. ദാ. കേട്ടോ ടീച്ചറെ, ഡോക്ടർ പറഞ്ഞതിന്റെ 2 ദിവസം അപ്പറായാലും ഇപ്പറായാലും നല്ല നാളുകളാ. 13. ആ, 14-ാം തീയതി ആണെന്ന് വെച്ചാ ബഹുവിശേഷ. ഏതാ? അഷ്ടമിരോഹിണി. അഷ്ടമിരോഹിണിയാണെങ്കില് പേര് ഉണ്ണികൃഷ്ണൻ ഇടാം. ആ, അപ്പൊ ആൺകുട്ടിയാണെന്ന് മായമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു അല്ലേ? കയ്യുണ്യാദി എണ്ണ വികാരാദി ഘൃതം. രവിയേട്ടന്റെ കത്തുണ്ട്. എന്താ വിശേഷം? വരുന്നുണ്ട് ഇത്രേ. എപ്പാ? ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പേ എങ്ങനെ എത്താമെന്ന്. ഹാവൂ, ആശ്വാസായി. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ ഒരാളായല്ലോ. ആ, നോക്കട്ടെ. അല്ല മാഷേ, മായമ്മയുടെ അച്ഛനെ ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ? ആ, അറിയിക്കേണ്ട ഒരു കുറവേ ഉള്ളൂ. അക്ഷണം പലഹാരക്കൊട്ടയായിട്ട് വന്ന് മോളെ എഴുന്നള്ളിച്ചോണ്ടങ്ങ് പോവും പ്രസവത്തിന്. ഭ്രാന്തുണ്ടോ ടീച്ചർക്ക്? ഇനി നമ്മൾ തന്നെയാ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ.
ഈ കത്തൊന്ന് ഓപ്പിൽ അസിസ്റ്റന്റായി കൊടുത്തേക്ക്. ശരി. കുറെ നേരം ആയില്ലേ രണ്ടാളും ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? മുറിയിൽ പോയി ഇനി കുറച്ചു നേരം കിടന്നുള്ളൂ. ഞാനുണ്ടല്ലോ ഇവിടെ. മായയുടെ അച്ഛനോ ഹസ്ബൻഡോ ആരെങ്കിലും ഒരാൾ ഇതിലൊന്ന് ഒപ്പിടണം. സിസേറിയൻ അതുകൊണ്ടാ. താങ്ക്സ്. ആൺകുട്ടിയാ? മായമ്മ സുഖായിരിക്കുന്നു. മായമ്മ എപ്പോ കൊണ്ടുവരും? കുറച്ച് താമസിക്കും. ഡ്രസ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. കുട്ടിയെ തൊട്ടിൽ കിടത്തിക്കോളൂ. വീരാ, ആശിച്ച പോലെ തന്നെ ഇന്ന് അഷ്ടമി രോഹിണിയാണ് ആള്. മാഷേ, മാഷ് നോക്കി നിൽക്കാതെ ആ തേന് മയമ്പൊന്ന് ചാരിച്ചേ. ഉണ്ണികൃഷ്ണ, പൊന്നുമോനെ, മോനൊന്ന് നോക്കിയേ. ഇതാരൊക്കെയാന്നൊന്ന് നോക്കിയേ. മുത്തശ്ശിയൊന്ന് നോക്കുമോനെ. അതെ, ഇതാരാ നോക്ക. കണ്ണൊന്ന് ഓർമ്മേ മോനെ. ഇതാരാ ഇത്? കണ്ണും മൂക്കും ഒക്കെ മായമ തന്നെ. മോനൊന്ന് വാ തുറന്നേ. പാപ്പച്ച, പാപ്പച്ച, പേഷ്യന്റിന് പെട്ടെന്ന് ബ്ലീഡിംഗ്. ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ ജോർജിനോട് ഉടനെ ഒന്ന് തിയേറ്ററിലേക്ക് വരാൻ പറയണം. മതി മതി മതി. ഡോക്ടർ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. It's fate.
ലീവ് തീരാൻ ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഞാനിനി എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല രവി. തന്നെ ആശ്വസിപ്പിക്കേണ്ട ആളാ ഞാൻ. പക്ഷേ എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. എന്താ വേണ്ടേ എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? രവി പോട്ടെ, പോയി തിരികെ ജോലി പ്രവേശിക്കട്ടെ. ഇവിടം വിട്ട് നിന്നാൽ തന്നെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാകും. അപ്പോ കുഞ്ഞിന്റെ കാര്യോ? ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ രവി? കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. അത് വേണ്ടതിൽ കൂടുതൽ ജീവിച്ചു കഴിഞ്ഞവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ ആയുസ്സെടുത്തിട്ട് മായമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കായിരുന്നില്ലേ? ടീച്ചറും കൂടി ഇങ്ങനെ തളർന്നു പോയാ പിന്നെ ഇനിയിപ്പോ ഇവന് വേണ്ടിട്ടെങ്കിലും എല്ലാം മറന്നല്ലേ പറ്റൂ. ആൽത്തറയിലൊന്നും പോയിരിക്കാൻ തോന്നിയില്ല. നേരെ ചെന്ന് നിന്നത് തിരുനടയിലാ. മനസ്സ് നൊന്ത് യാചിച്ചു. ആകെക്കൂടി ഇനിയുള്ളത് ഈ കുഞ്ഞാ. ഇതിനെയെങ്കിലും നിലനിർത്തി തരണേന്ന്, ദീർഘായുസ് കൊടുക്കണേന്ന്. ഇതാണ് ഉപ്പേരിക്കപ്പല്. കായ വറുത്തത്, ശർക്കര വരട്ടി, അരിയുണ്ട, കപ്പ ഉപ്പേരി. പോട്ടെ പോട്ടെ, ഉപ്പേരിക്കപ്പല് പോട്ടെ. ഇനി പായസക്കപ്പല്. അതെ മാഷേ, വീട്ടിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയുടെയാ. ഉടനെ പുറപ്പെട്ട് ചെല്ലണമെന്നായിരിക്കും. ഏടത്തിയെ കാണാണ്ട് വിഷമിച്ചിരിക്കല്ലേ? അതല്ലേ ഇത്. പുറപ്പെട്ടോളൂ. എന്നെ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കാണെന്ന് വെച്ചാ പുറപ്പെട്ടോളൂ. ഇവിടെ എങ്ങനെ ആയാലും എന്താ, അവിടുത്തെ കാര്യല്ലേ മുഖ്യം. പുറപ്പെട്ടോളൂ. അയ്യോ മാഷേ, അതല്ല. ഏതല്ലാന്ന് ഒന്നല്ല 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയല്ല, പാഞ്ചാലിക്കുട്ടി ആയാലും ശരി. പറയണത് എന്താണെന്ന് കേക്കണത് മുഖവര കേട്ട അറിഞ്ഞൂടെ? മാഷേ, ലക്ഷ്മിക്കുട്ടിയുടെ മകൾക്ക് ബാങ്കിൽ ജോലി കിട്ടി. ആ വിവരം അറിയിച്ചോണ്ടുള്ള കത്താ ഇത്. അതിനും വേണോ ഇത്രയും ബഹളം? ഓ, ഞാൻ തോറ്റു. എന്നാ പിന്നെ ആദ്യം പറഞ്ഞൂടായിരുന്നു ടീച്ചർക്ക് എന്നെ കിട്ടി ശ്വാസം മുട്ടിക്കാണ്ട്. ഓഹോ, മോൻ എവിടെ? ഉണ്ണി, ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, എവിടെയാ നീ? എവിടെ പോയി ഉണ്ണിക്കുട്ടാ? ഉണ്ണി, ഉണ്ണിമോനെ. അയ്യോ മാഷേ, എന്നെ ഉണ്ണിക്കുട്ടാ. അയ്യോ, അയ്യോ, ഉണ്ണിമോനെ. അയ്യോ, ഈശ്വരാ, ദൈവമേ. അയ്യോ, എന്റെ മോനെ, എന്റെ മോനെ. മാഷേ, ദൈവമേ, എന്റെ മോനെ. അയ്യോ, ഉണ്ണിമോനെ. എന്റെ ഉണ്ണിക്കുട്ടാ. അയ്യോ.
മോനെ എന്റെ കുഞ്ഞിനെന്താ പറ്റി? മാഷേ ഒന്ന് വേഗം മോനെ. അല്ല മാഷേ, എന്ത് പറ്റി കുട്ടിക്ക്? മാഷേ അയ്യോ എന്റെ മോൻ. അയ്യോ എന്റെ ഉണ്ണിക്കുട്ടൻ എന്താ ഡോക്ടറെ പറ്റിയേ? കാര്യമായിട്ട് നോക്കണേ എന്നെ, ഇവ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വേറെ വല്ല അസുഖം വരുമോ എന്റെ കുട്ടിക്ക്? അതെ, എന്താ ഒന്ന് വേണ്ട? ബഹളം വെക്കാനൊക്കാവോ? കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊന്ന് പുറത്തിറങ്ങിയെന്നേ. അത് പറ്റില്ല എന്നെ. എങ്കിൽ നിങ്ങൾ ചികിത്സിക്ക്, ഞാൻ പുറത്തിറങ്ങി നിൽക്കാം. മാഷൊന്ന് പുറത്ത് നിൽക്കൂ. ഒരാളല്ല, രണ്ടാളും. അല്ല അതെ, പറഞ്ഞു മനസ്സിലായില്ലേ? കുട്ടിക്ക് മാഷേ അവിടെ നിൽക്കണ്ടെന്ന് പറയട്ടെ. വാങ്ങി മക്കളെ, മോനെ, ഉണ്ണി, എന്റെ ഉണ്ണീഷ, നീ വല്ലാണ്ട് പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. എന്തിനാ മുത്തശ്ശൻ പേടിച്ചേ? അതെ, മുത്തശ്ശൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു പഠിച്ചാ മോനെ. എന്നല്ലേ പേടി മാറ്റി തരട്ടെ. അപ്പൊ ഉഞ്ചിട്ട് അടിയും ചുട്ട് മേലയും മാറ്റി പൊതിയും കെട്ടി ചിരിക്കാൻ വയ്യാടാ. മുത്തശ്ശ ഇതിന്റെ പേരല്ലേ അമ്മിണി? അത് പത്മിനി. ഇതാ അമ്മിണി. ഇതിന്റെ പേരറിയോ ഉണ്ണിക്ക്? രുക്മിണി. ആ, ഇവനാണ് കുഞ്ഞിരാമൻ. അയ്യ അത് പെണ്ണല്ലേ, അതിനെങ്ങനെ കുഞ്ഞിരാമെന്ന് പേര് വരിക? ഈ മുത്തശ്ശിന് ഒന്നും അറിഞ്ഞൂടാ. അത് തുളസിയാ. ഉണ്ണിക്കുട്ടൻ ഓർമ്മയുണ്ടോ നോക്കിയതല്ലേ മുത്തശ്ശൻ? പക്ഷേ ഒരു കത്തുണ്ട്. തുളസി തിന്നോ. പ്രിയപ്പെട്ട മാഷക്ക്, ഈ കത്ത് എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പും പലതവണ എഴുതാനിരുന്നതാണ്. മാഷയും ടീച്ചറെയും കുറിച്ച് ആലോചിക്കുമ്പോൾ വേണ്ട എന്ന് വെക്കും. ഈ മാസം അവസാനം ഞാൻ ലീവിൽ ഉണ്ണിമോനെ എൻ്റെ കൂടെ അയക്കണം. അവൻ്റെ പാസ്പോർട്ടിനും മറ്റുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. ദയവായി എതിരൊന്നും പറയരുതേ, ഇതെന്റെ അപേക്ഷയാണ്. എനിക്ക് ഉണ്ണിയല്ലാതെ മറ്റാരുമില്ലെന്നറിയാമല്ലോ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ വിഷമം അനുഭവിക്കുകയാണ്. എന്റെ മോന് സ്കൂളിൽ ചേരണ്ടേ, പഠിക്കണ്ടേ? ഹാവൂ എന്റെ മാഷേ, നടന്ന് തളർന്നു. കാര്യം സ്കൂൾ വരെ ഒന്ന് പോയി മടങ്ങിയതേ ഉള്ളൂ. പണ്ട് സർവീസിലിരുന്നപ്പോ എങ്ങനെയാ നമ്മൾ ഇത്രയും ദൂരം പോയി വന്നിരുന്നു ആവോ? അല്ലേ ഉണ്ണി? കേട്ടോ മാഷേ, സ്കൂളിലോട്ട് ഞാൻ ചെന്നതും എല്ലാരും കൂടെ എന്നെ അങ്ങ് പൊതിഞ്ഞു. ഉണ്ണികൃഷ്ണനെ 1ാം ക്ലാസ്സിൽ ചേർക്കാനാ വന്നെന്ന് പറഞ്ഞപ്പോ ഹെഡ് മാസ്റ്റർ ചോദിക്കുക ഏതാ കുട്ടിയെന്ന്. ഞാൻ പറഞ്ഞു എന്റെ കുട്ടിയാണെന്ന്. അപ്പോഴുണ്ടല്ലോ ആ ഭാസ്കർ മാസ്റ്റർ ചോദിക്കുക ഈ പ്രായത്തിലോ എന്ന്.
എല്ലാരും കൂടെ ചിരിച്ചെന്റെ മാഷേ, ഞാൻ ഒരുപാട് ചിരിച്ചു. പക്ഷെ വിട്ടുകൊടുക്കുവോ? നല്ല കാര്യായി. ഓരോന്ന് കിള്ളി കിള്ളി ചോദിക്കാൻ ആ സുമതിക്കാ ധൃതി. അസൂയ തന്നെ. 2 പെമ്മക്കളുണ്ട് അവർക്ക്, 2നുമില്ല കുട്ടികള്. പിന്നെ 3 ഡിവിഷനാണല്ലോ 1-ാം ക്ലാസ്സില്. മാലതിയുടെ ഡിവിഷനിൽ ഉണ്ണിയെ ചേർത്താ മതിയെന്ന് ഞാൻ പറഞ്ഞു. സരോജിനിയും സുമതിയും നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷേ 2 അതെ, കുട്ടികളെ തല്ലും. ആ, എന്റെ ഉണ്ണിക്കുട്ടനെ ആരും തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല മോനെ? മോൻ പഠിച്ചു പഠിച്ചു വലിയ ആളാകുമ്പോ ആരാകാൻ ആശ? എനിക്കോ? ഡോക്ടർ ആകണോ? പിന്നെ എഞ്ചിനീയർ ആകണോ? പിന്നെ ആരാകാനാ? എനിക്കൊരു മാസ്റ്ററായാ മതി. മുത്തശ്ശിനെ പോലെ വലിയ മാസ്റ്റർ. എന്നിട്ടോ? എന്നിട്ട് മുത്തശ്ശിയും ഞാൻ പഠിപ്പിക്കും. പഠിച്ചില്ലേലോ? പഠിച്ചില്ലേ നല്ല അടി തരും. കേട്ടോ മാഷേ മോൻ പറയുന്നത്? മാഷേ, മാഷേ സുഖമില്ലേ? മുത്തശ്ശിന് പനിയുണ്ടോ? ഒന്നുമില്ല. മുത്തശ്ശന് ഉറക്കം വരണോ? മുത്തശ്ശിന് ഉറക്കം വരുന്നുണ്ടോ? മോനും ഉറങ്ങ. പെറ്റ് വീണ കുഞ്ഞിനെ തള്ള കണ്ടിട്ട് കൂടില്ല. എന്റെ നെഞ്ചിലെ ചൂട് പറ്റിയ അവൻ വളർന്നത്. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി മാഷക്കറിഞ്ഞൂടെ? ഞാൻ ഇത്രയും കാലം ശരിക്കൊന്നും ഉറങ്ങിയിട്ട് കൂടില്ല. ആ, അച്ഛനാണെന്നുള്ള അവകാശമുണ്ട് അവൻ രവിക്ക്. ചെല്ലട്ടെ, ചെന്ന് കോടതി പോയി സ്ഥാപിക്കട്ടെ. എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ പോയാൽ മുത്തശ്ശൻ വരണു. മോൻ കളിച്ചോ? ഇവരിവിടെ വളർന്നാ മതി. എന്താ ഇവനിവിടെ ഒരു കുറവ്? ടീച്ചർ പറയണതൊക്കെ ശരിയാ. രവിയുടെ കത്ത് കിട്ടിയപ്പോ തൊട്ട് എന്റെ മനസ്സ് ഇത് തന്നെയാ പറഞ്ഞിരുന്നേ. പക്ഷെ ടീച്ചറെ, ഇതിന്റെയൊക്കെ അപ്പുറത്ത് രവി, അവനൊരു മനസ്സില്ലേ? ആ മനസ്സ് നമ്മൾ കാണണ്ടേ? എന്നെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മായയുടെ ഓർമ്മ മാത്രമായിട്ട് ജീവിക്കുകയാണ് ഞാൻ. ഇനി വേറൊരു സ്ത്രീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നറിയാമല്ലോ. സ്വന്തമെന്ന് പറയാൻ ആകെ കൂടി ഉണ്ണിയല്ലാതെ മറ്റാരുമില്ല. മായ മരിച്ചതിൽ പിന്നെ ഇതുവരെ ലീവിൽ പോലും ഞാൻ വന്നില്ല. ഓരോ തവണയും ടിക്കറ്റ് എടുക്കും, പിന്നെ ക്യാൻസൽ ചെയ്യും. വന്നാൽ ഒരു രാത്രി മുഴുവൻ ഇവിടെ ഉണ്ണിയോടെ കഴിഞ്ഞാൽ പിന്നെ എന്റെ മകനെ കൂട്ടാണ്ട് മടങ്ങാൻ എനിക്ക് പറ്റില്ലെന്നറിയാലും. മാഷും ടീച്ചറും നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോ മടിച്ചു. പക്ഷേ എത്ര കാലം എന്ന് വെച്ചിട്ടാണ്? നിങ്ങൾക്ക് പ്രായമായി വരുന്നു. ഇപ്പോഴാണെന്ന് വെച്ചാൽ ഉണ്ണിയെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാണ്. എന്നായാലും എന്റെ കൂടെ വരണം. തുടക്കം തൊട്ടേ അവിടെയായാൽ അതല്ലേ നല്ലത്. ഈ ജന്മത്ത് തീരില്ല എനിക്കുള്ള കടപ്പാട്. എന്നാലും എതിര് പറയരുത്. ഉണ്ണിയെ എന്റെ കൂടെ അയക്കണം. എനിക്ക് മറ്റാരുമില്ല. എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞേനെ. പക്ഷേ രവി പറഞ്ഞത് മുഴുവൻ ന്യായ, മുഴുവൻ സത്യ. പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ഇല്ലേ ടീച്ചറെ? ഉണ്ണിയെ കൊണ്ടുപോകോളൂ. എന്താ ഏർപ്പാടെന്ന് വെച്ചാ ചെയ്തോളൂ.
നന്മ വരുത്തണേ നമ്മയോട് പ്രാർത്ഥിച്ചോളൂ. കരാ പല്ലി കരാ പിന്നെന്താ ഇല്ലിമേലായിരം പല്ലിമുട്ട എന്ന് വെച്ചാ എന്താ മുത്തശ്ശ? മുത്തശ്ശ അതെ, ഉണ്ണിക്കുട്ടൻ അച്ഛൻ്റെ കൂടെ പോയാല് പഠിച്ച് വലിയ ആളാവണം കേട്ടോ. ശരി, നമ്മൾ എല്ലാരും കൂടി ഇപ്പൊ എയർപ്ലെയിനിലാ പോവാ. മുത്തശ്ശന് പ്ലെയിനിൽ കയറാൻ പേടിയുണ്ടോ? ഉണ്ണിക്കുട്ടൻ കൂടെ ഉള്ളപ്പോ പിന്നെ മുത്തച്ഛൻ എന്തിനാ പേടിക്കണേ? അത് ശരിയാ. മോന് പേടിയുണ്ടോ പ്ലെയിനിൽ പോവാൻ? ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ മടി കയറി ഇരിക്കുമല്ലോ, അപ്പൊ പിന്നെ പേടി വരിക. ഈ മുത്തശ്ശന് ഒന്നും അറിഞ്ഞൂടാ, അതാ. അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി മുത്തച്ഛന്റെ വീട്ടിലേക്ക് അതിലേ പോയി ഇതിലേ പോയി അതിലേ പോയി ഇതിലേ പോയി അതിലേ പോയി ഉണ്ണി ഇറങ്ങിപ്പോണത് കണ്ടു നിൽക്കാൻ വയ്യ. ഞങ്ങള് മാറി നിൽക്കാം. ഉപായത്തില് മോനെ കൂട്ടി പുറപ്പെട്ടുള്ളൂ. ഇനി എപ്പോഴാ വരിക? വരുമ്പോ ഞങ്ങൾ ഉണ്ടാവോ? ഒരു നിശ്ചയമില്ല. എന്നാലും വരണം. മായമ്മ ഇവിടെയാ ഉള്ളത്. ഈ വീടും ഇതെല്ലാം ഉണ്ണിക്കുള്ളതാ, അത് മറക്കണ്ട. ഞങ്ങളുടെ ബലിയിടാൻ ഇനി അവലേ ഉള്ളൂ. കരയാതെ മോനെ, മോനെ മോനെ അച്ഛൻ പ്ലെയിനിൽ കൊണ്ടുപോവാ. മോനിങ്ങനെ ശാഠ്യം പിടിക്കാതെ. ഉണ്ണി അച്ഛൻ പറയുന്നു കേൾക്കുമ്പോ മോനെ കരയാതെ. ഉണ്ണി ഉണ്ണി ഇവിടെ വരാനല്ലേ പറഞ്ഞത്? പോകാം.